everybody, welcome to Cybridge YouTube channel. So നമ്മളെല്ലാവരും കുറച്ചധികം നാളായിട്ട് കേട്ടു വരുന്ന ഒരു കോഴ്സാണ് സൈബ്രിഡ്ജ് എന്ന് പറയുന്ന കോഴ്സ്. പക്ഷെ ഇൻ ആക്ച്വൽ എന്താണ് സൈബ്രിഡ്ജ്, എങ്ങനെയാണ് സൈബ്രിഡ്ജ് എന്നുള്ളത് സൈബ്രിഡ്ജ് എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു സൈബ്രിഡ്ജ് സ്റ്റുഡന്റിൽ തന്നെ നമുക്കൊന്ന് കേട്ടറിഞ്ഞാലോ. സോ ടുഡേ സൈബ്രിഡ്ജ് സക്സസ് സ്റ്റോറിയിൽ നമ്മുടെ കൂടെയുള്ളത് ബിലാൽ അബ്ദുറഹ്മാൻ ആണ്. സൈബ്രിഡ്ജ് ബാച്ച് 3 സക്സസ്ഫുള്ളി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. സോ ഹലോ ബിലാൽ. Yes, so how are you? I'm doing great. Okay. അപ്പോൾ കറന്റ്ലി ഇപ്പോൾ എന്താണ് ബിലാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണം ഇപ്പോൾ. ഓക്കെ. ആൻഡ് ബിലാലിന്റെ ഒരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ ലൈക്ക് UG PG എവിടെ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്? ലൈക്ക് ഞാൻ ഡിഗ്രി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു, PG ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. 2020 പാസ് ഔട്ടാണ്. അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആദ്യം പാർട്ട് ടൈം ആയിട്ടായിരുന്നു പ്രാക്ടീസ് ചെയ്തത്. ഇപ്പോൾ ഒരു 2 years ആയിട്ട് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സൈക്കോളജി എന്ന സബ്ജക്ട് ചൂസ് ചെയ്യുന്ന മെജോറിറ്റി കുട്ടികളുടെ ഒരു ഡ്രീം ആയിരിക്കും എന്താ പറയുക, ഒരു നല്ല സൈക്കോളജിസ്റ്റ് ആവുക അല്ലെങ്കിൽ ഒരു നല്ല പ്രാക്ടീഷണർ ആവുക എന്നുള്ളത്. പക്ഷേ UG PG ഒരു 5 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞിട്ടും അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല ടു ഹാൻഡിൽ ഒരു കേസ്. അവരുടെ മുന്നിൽ വേദനയോടെ വരുന്ന ഒരാളെ ഈസി ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പലപ്പോഴും ഒരു ബിഗിനർ എന്ന രീതിയിൽ പലർക്കും ടെൻഷൻ അനുഭവിക്കാറുണ്ട് അല്ലേ, അനുഭവപ്പെടാറുണ്ട്. സോ ഈ ഒരു കോഴ്സ് സൈബ്രിഡ്ജ് എന്ന് പറഞ്ഞ കോഴ്സ് എത്രത്തോളം ബിലാലിന് അത് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഒരു ബിഗിനർ ആയിരുന്നപ്പോൾ എങ്ങനെയൊക്കെ ഒരു കോഴ്സ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ഒരു ക്ലയന്റിനെ കാണുക പറയുമ്പോൾ തന്നെ ടെൻഷനാണ്. കാരണം നമ്മളെ മുമ്പിൽ വന്നിരിക്കുന്ന ആള് ഓൾറെഡി എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്ന ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ പോയ ഒരാളായിരിക്കും എപ്പോഴും നമ്മളെ മുമ്പിൽ എത്തുക. അങ്ങനെ ഓൾറെഡി ബ്രോക്കൺ ആയിട്ടുള്ള ഒരാളെ നമ്മൾ അറിയാതെ എന്തെങ്കിലും ചെയ്ത് ഇനിയും ഹേർട്ട് ചെയ്യരുത് അല്ലെങ്കിൽ ഇനിയും വേദനിപ്പിക്കരുത് എന്നുള്ള ജെനുവിൻ ആയിട്ടുള്ള ഒരു ടെൻഷനാണ് ഈ അനുഭവിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ്. ഓക്കെ, വാട്ട് ഈസ് വാട്ട് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ക്ലാരിറ്റി നമുക്ക് സൈബ്രിഡ്ജിലൂടെ കിട്ടുന്നുണ്ട്. ആ ഒരു ഫ്രം ദ വെരി ഫൗണ്ടേഷൻ. ഇപ്പം ഉദാഹരണമായിട്ട് കേസ് ഹിസ്റ്ററി എടുക്കുന്നത് മുതൽ MSc എടുക്കുന്നത് മുതൽ ഓരോ ഡിസോർഡറിൻ്റെയും സിംറ്റംസ്, അതെങ്ങനെയാണ് ഓരോ ഡിസോർഡറും റിയൽ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നിങ്ങനെ തുടങ്ങി ഈച്ച് ആൻഡ് എവറിഥിങ് അതിൽ നമുക്ക് ക്ലാരിറ്റി വരുത്തിയിട്ടാണ് ഈ കോഴ്സ് ഓരോ മൊഡ്യൂളും പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡിഗ്രി PG കാലത്തെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഒരു തിയറി പഠിക്കാൻ വേണ്ടിയാണ് ഇത് പഠിക്കുന്നത്. ബട്ട് സൈബ്രിഡ്ജിലേക്ക് വരുന്ന സമയത്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട്, അതായത് റിയൽ ലൈഫിൽ ഇത് എങ്ങനെയായിരിക്കും എന്ന് ഒരുപാട് കേസ് കണ്ട ഫാക്കൽറ്റിയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. സോ യു ഗെറ്റ് എ ക്ലിയർ പിക്ചർ ഓഫ് വാട്ട് യു ഹാവ് ടു ലൈക്ക് വാട്ട് യു വിൽ ഹാവ് ടു എൻകൗണ്ടർ ഇൻ ദ തെറപ്പി റൂം. എങ്ങനെയായിരിക്കും ഒരു ക്ലയൻറ്റ് വന്നാൽ ഡിപ്രസീവ് സിംറ്റംസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിനോട് റിലേറ്റഡ് ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഇതാണ് സൈബ്രിഡ്ജിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ ടെൻഷൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഹി ഓർ ഷീ നോസ് ഓക്കെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഡിപ്രസീവ് സിംറ്റംസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ള ക്ലയന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആൻഡ് ദീസ് ആർ ദ തിങ്സ് ടു ബി ഫോളോഡ് എന്നുള്ള രീതിയിൽ ഒരു കൃത്യമായ പ്രോട്ടോകോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. യെസ്, സ്ട്രക്ചേർഡ് ആയിരിക്കും. അഗൈൻ ഇത് ഒറ്റയടിക്ക് വരില്ല, ഇതൊക്കെ വിത്ത് പ്രാക്ടീസ് ആണ് നമുക്ക് ആ ക്ലാരിറ്റി എന്താ പറയുക, നമ്മളൊരു പ്രാക്ടീസിലേക്ക് വരാൻ പറ്റും. ബട്ട് അക്കാഡമിക്കലി ആ ഒരു ക്ലാരിറ്റി തരാൻ സൈബ്രിഡ്ജ് എന്ന് പറയുന്ന കോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ബിലാൽ നേരത്തെ പറഞ്ഞ പോലെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെയാണ് ഈ കോഴ്സിന്റെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഫാക്കൽറ്റീസിനെ പറ്റിയിട്ട് എന്താണ്, ലൈക്ക് ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ എങ്ങനെയാണ്, അവരുടെ ക്ലാസ്സസ് എങ്ങനെയാണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എനിക്ക് തോന്നുന്നു നമ്മളുടെ നാട്ടിൽ സൈക്കോളജി പഠിച്ചിറങ്ങിയ ആളുകൾ ഒരുപാടുണ്ട്. കഴിഞ്ഞൊരു 5 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ സൈക്കോളജി ഓഫർ ചെയ്യുന്ന കോഴ്സസ്, സൈക്കോളജി ഓഫർ ചെയ്യുന്ന കോളേജുകളുടെ എണ്ണം വരെ കൂടിയിട്ടുണ്ട്. ബട്ട് ഫീൽഡിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ദർ ഇസ് എ ഹ്യൂജ് ഡെഫിസിറ്റ്. ആവശ്യത്തിന് സൈക്കോളജിസ്റ്റുകളില്ല, ഇനി ഉള്ളത് തന്നെ ക്വാളിറ്റി ഉള്ള സൈക്കോളജിസ്റ്റുകളില്ല. ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല എഫേർട്ട് വേണ്ട ഒരു ഫീൽഡാണ്. അറ്റ്ലീസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളിത് പഠിച്ച് ഇത് ബേസിക്കലി ഒരു ക്രാഫ്റ്റാണ്. ഈ ക്രാഫ്റ്റ് പഠിച്ചെടുക്കാൻ നല്ല എഫേർട്ട് വേണം. അതിനേക്കാൾ എഫേർട്ട് വേണം ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ. കാരണം അപ്ഡേഷൻ റെഗുലറായിട്ട് വേണ്ട ഏരിയ കൂടിയാണ് കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറപ്പി എന്ന് പറയുന്നത്. കാരണം കാലം മാറുന്നതിനനുസരിച്ച് ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രശ്നവും മാറും,
ആ പ്രശ്നങ്ങളുടെ സ്വഭാവം മാറും. അപ്പോൾ അതുണ്ടാക്കുന്ന കോൺസിക്വൻസും മാറിക്കൊണ്ടിരിക്കും. സോ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡ് വളരെ ചാലഞ്ചിങ് ആണ് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫാക്കൽറ്റി ടീമിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ 10 വർഷം അല്ലെങ്കിൽ 15 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അപ്പോൾ അത്രയും എക്സ്പേർട്ടായിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ, വളരെ സീസൺഡ് ആയിട്ടുള്ള തെറപ്പിസ്റ്റുകളാണ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത്. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും എടുത്തു പറയണമെന്ന് തോന്നുന്ന 2 കാര്യങ്ങളിൽ ഒന്ന്, നമ്മൾക്കൊരു കോൺസെപ്റ്റ് അവർ പറഞ്ഞു തരുന്ന സമയത്ത് അതൊരിക്കലും എന്താ പറയുക, ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടല്ല. എന്ന് പറഞ്ഞാൽ അവരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരൊരു ക്ലയൻറ്റിനെ കണ്ട എക്സ്പീരിയൻസും കൂടെ പറഞ്ഞിട്ടാണ് അവർ ആ കോൺസെപ്റ്റ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പം ഭയങ്കര ഒരു കൊഹറൻസ് നമുക്ക് ഫീൽ ചെയ്യും ഓരോ സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും. അവിടെ ഒരു ഡിസ്കണക്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഡിസ്കണക്റ്റ് ഇൻ ദ സെൻസ്, നമ്മളപ്പം ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മളുടെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് PG പാസ് ഔട്ട് ആയാലും നെറ്റോ JRF ഉള്ള ആളുകളായിരിക്കും. അവർക്ക് ഈ പറയുന്ന പ്രാക്ടിക്കൽ എക്സ്പോഷർ, ക്ലയൻറ്റ് എക്സ്പോഷർ ഉണ്ടാവില്ല. സോ ഈ കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്ന സമയത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് സൈബ്രിഡ്ജിലെ ഫാക്കൽറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ, ഇപ്പോൾ ഞാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ എനിക്കുണ്ടായിരുന്ന ഫാക്കൽറ്റി എല്ലാവരും പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റുകളായിരുന്നു. അപ്പോൾ അവർ കേസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അവരൊരു തിയറി പറയുന്ന സമയത്ത്, ഒരു കോൺസെപ്റ്റ് പറയുന്ന സമയത്ത്, ദേ വിൽ ഓൾസോ ടോക്ക് അബൌട്ട് ദെയർ എക്സ്പീരിയൻസ്. ഞാൻ ഒരു ക്ലയൻറ്റിനെ കണ്ട സമയത്ത് ഇങ്ങനെയായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾക്കൊരു ലേറ്റ് 50s ഒരു ലേഡി ഉണ്ടായിരുന്നു. അവർ എത്തിക്സിൻ്റെ സെഷനൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് അവരുടെ സ്റ്റോറീസാണ്, റിയൽ ലൈഫ് സ്റ്റോറീസാണ്. അപ്പോൾ അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് തിയറി പറഞ്ഞു തരിക എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. ഓക്കെ, അപ്പോൾ അതാണ് സൈബ്രിഡ്ജിലെ ഫാക്കൽറ്റീസിന് എനിക്ക് തോന്നുന്നു ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടിസിലെ എക്സ്പീരിയൻസ് എനിക്ക് സൈബ്രിഡ്ജിലൂടെ ഇവിടെ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കേസ് ഡിസ്കഷൻസ് ആണ്. അതായത് അവർ ഒരു കേസ്, ഒരു റിയൽ ലൈഫ് പ്രോബ്ലം നമ്മുടെ മുമ്പിലേക്ക് തരും. ഒരു റിയൽ ലൈഫ് ക്ലയൻറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് പറയുന്നു എന്നൊരു പ്രോബ്ലം നമ്മുടെ മുമ്പിലേക്ക് തരും. എന്നിട്ട് അവർ പറയും, ആസ് എ സൈക്കോളജിസ്റ്റ് വാട്ട് വിൽ യു ഡു? അപ്പോൾ നമ്മൾ ആലോചിക്കും. അപ്പോഴാണ് നമ്മൾ ഈ റിയൽ ലൈഫ് സാധനം എങ്ങനെയാണ്, ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് ഡിപ്രസീവ് സിംറ്റംസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ MSc എങ്ങനെയാണ്, കേസ് ഹിസ്റ്ററി എങ്ങനെയാണ്. ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് ദാറ്റ്. കാര്യങ്ങൾ അൺഫോൾഡ് ചെയ്യുക പല ടൈം ലൈനിലായിരിക്കും. ഓക്കെ, നമ്മൾ കേസ് ഹിസ്റ്ററിയിൽ എടുക്കുന്ന എല്ലാ ഇൻഫർമേഷനും ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പല കാര്യങ്ങളും ലേറ്റർ ഓൺ ആണ് അൺഫോൾഡ് ചെയ്ത് വരിക, റിവീൽ ആവുക നമുക്ക്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യണം, എങ്ങനെയൊക്കെ ഇതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്ന് കേസ് ഡിസ്കഷനിലൂടെയാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, ഈ കേസ് ഡിസ്കഷനും ഇവരുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസും പറയുമ്പോഴാണ് ആ ഒരു ലേണിംഗ് കംപ്ലീറ്റ് ആവുന്നത്. യെസ്, അത് പൂർത്തിയാവുക അപ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഭയങ്കര ഒരു കൊഹറൻസ് നമുക്ക് ഫീൽ ചെയ്യും, ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഫാക്കൽറ്റീസിനെ കുറിച്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൊഫഷണൽ വിസ്ഡം നമുക്ക് കിട്ടുകയാണ്. ഓക്കെ, സോ നമ്മുടെ ഒരു ക്ലയൻറ്റിനെ കാണുന്ന സമയത്തും ആ ഒരു പ്രൊഫഷണൽ വിസ്ഡമാണ് നമുക്കും പലപ്പോഴും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. അപ്പൊ അതുപോലെ ഇപ്പോൾ സൈബ്രിഡ്ജ് എന്ന കോഴ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം ബിലാൽ പഴയ ബിലാലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണ്? ലൈക്ക് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിന് മുന്നും ശേഷം, ലൈക്ക് ബിഫോർ ആഫ്റ്റർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വാട്ട് ഓൾ ചേഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് ആണ് ബിലാലിന് തോന്നിയിട്ടുള്ളത് ഇൻ യുവർ കരിയർ? അല്ലെങ്കിൽ സ്കിൽ വൈസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നോളജ് വൈസ് നോക്കുകയാണെങ്കിൽ വാട്ട് ഓൾ ചേഞ്ചസ് ഹാവ് യു ഫെൽറ്റ്? ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. കാരണം എനിക്ക് തോന്നുന്നു സൈബ്രിഡ്ജ് അതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ റിച്ച് ആണ്. അതേപോലെ തന്നെ ഇറ്റ്സ് ഓൾസോ വെരി വാസ്റ്റ്. ഓക്കെ, ആൻഡ് ആ ഒരു നോളജ് വേണം ശരിക്കും നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. അത്രയും വാസ്റ്റ് ആയിട്ടുള്ള നോളജ് നമുക്ക് വേണം, അത്രയും റിച്ച് ആയിട്ടുള്ള നോളജ് നമുക്ക് വേണം. എന്നാൽ അത് ഒറ്റയടിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. എനിക്ക് തോന്നുന്നു അതൊരു ദാറ്റ് പ്രോസസ് ഈസ് വെരി സൈക്ലിക്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സൈബ്രിഡ്ജിലെ കണ്ടന്റ് ഗോ ത്രൂ ചെയ്യും, എന്നിട്ട് നമ്മൾ കേസ് കണ്ടു തുടങ്ങണം. ദെൻ അഗൈൻ യു ഹാവ് ടു കം ബാക്ക് ടു ദ കോഴ്സ്, യു ഹാവ് ടു കം ബാക്ക് ടു ദ കണ്ടന്റ്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചാലേ നമുക്ക് കിട്ടിയൊരു ഓറിയന്റേഷനിൽ വന്ന കുറേ സാധനം ഉണ്ടല്ലോ, ആ കോൺസെപ്റ്റിലേക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി വരും. ആ ക്ലാരിറ്റി പ്രാക്ടീസിലൂടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൈബ്രിഡ്ജ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ
എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ CBT ഫോർ ഡിപ്രഷൻ, അബീർ സാറിൻ്റെ CBT ഫോർ ഡിപ്രഷൻ എന്ന് പറയുന്ന മൊഡ്യൂൾ കാണുന്ന സമയത്ത് ആണ് എനിക്കൊരു ഡിപ്രസീവ് സിംറ്റംസ് ഉള്ള, അതായത് ക്ലാസിക് ടെക്സ്റ്റ് ബുക്ക് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഡിപ്രഷൻ്റെ എല്ലാ സാധനവും പിന്നെ ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലയൻറ്റ് എൻ്റെ മുമ്പിൽ വന്നു. അപ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം റെലവൻ്റ് ആണ്, ആൻഡ് നമ്മളുടെ കേസ് ഡിസ്കഷൻസ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ഡിസ്കഷൻസ് എത്രത്തോളം നമുക്ക് പ്രൊഫഷണൽ ലൈഫിൽ ബെനിഫിഷ്യൽ ആണെന്നുള്ളതിൻ്റെ ഒരു വാല്യൂ നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. സോ ആ ഒരു പ്രാക്ടീസിൻ്റെ കൂടെയാണ് നമുക്ക് ആ കോൺസെപ്ച്വൽ ക്ലാരിറ്റി വരുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തിയറിയിൽ പഠിച്ച ഓരോ കാര്യം നമുക്കിങ്ങനെ ടിക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്കിങ്ങനെ ഒരു ബോക്സിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ദിസ്, നമ്മളിപ്പോൾ കണ്ട സാധനം ഇന്ന കാര്യമാണ്, അല്ലെങ്കിൽ തിയറിയിലേക്ക് നമുക്ക് യു ക്യാൻ കണക്ട് ബാക്ക് ടു യുവർ തിയറി ഓർ യുവർ ലേണിങ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു ചേഞ്ച് എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇനീഷ്യലി നമ്മുടെ ക്ലയൻസിനെ കാണുന്ന സമയത്ത് നമ്മളും ടെൻസ്ഡ് ആയിരുന്നു. ആ ഫസ്റ്റ് ക്ലയൻറ്റൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നല്ല പാനിക് ആയിട്ടായിരുന്നു ഞാൻ ആ ക്ലയൻറ്റിനെ മുമ്പിൽ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് വാസ് ബാക്ക് ഇൻ 2020. ഓക്കെ, അപ്പോൾ അവിടുന്ന് പിന്നീട് കാണുന്ന ക്ലയൻസിലൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഓരോ ക്ലയൻറ്റിനെ കാണുന്നതും ഇറ്റ്സ് എ ന്യൂ ലേണിംഗ്. ഓക്കെ, അപ്പോൾ സൈബ്രിഡ്ജ് പഠിച്ചതോടുകൂടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ അത്രയും കാലം കണ്ടിട്ടുള്ള എക്സ്പീരിയൻസിനൊക്കെ നമുക്കൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ആ ഒരു തിയററ്റിക്കൽ ക്ലാരിറ്റി നമുക്ക് വന്നു. ഓക്കെ, അപ്പോൾ അതിന് സൈബ്രിഡ്ജ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അഗൈൻ ബിക്കോസ് ഇറ്റ്സ് വെരി വാസ്റ്റ്, ഒരുപാട് ഏരിയാസ് സൈബ്രിഡ്ജ് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിക്കോട്ടെ, ഡിപ്രഷൻ, ആങ്സൈറ്റി, അല്ലെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ്, പിന്നെ ഫാമിലി കൗൺസിലിംഗ് എന്നിങ്ങനെ തുടങ്ങി എല്ലാ ഏരിയയും സൈബ്രിഡ്ജ് ടച്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ട് ടു ഡു ഇൻ ഈച്ച് കേസ്, വാട്ട് ടു ഡു വിത്ത് ഈച്ച് ക്ലയൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു പ്രാക്ടിക്കൽ എൻകൗണ്ടറിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എൻകൗണ്ടറിൽ എങ്ങനെ ഒരു ക്ലയൻറ്റിനെ മാനേജ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് തന്നെയാണ് പിന്നെ ഈ കോഴ്സിനെ ലൈക്ക് ദാറ്റ്സ് വാട്ട് മേക്സ് ദിസ് കോഴ്സ് സ്റ്റാൻഡ് ഔട്ട് ഫോർ മീ. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൂപ്പർവിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് നോളജ് ഉണ്ട്, നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്, കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ട്, നമ്മൾ ക്ലയൻസിനെ കാണാൻ കോൺഫിഡൻ്റ് ആണ്, നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്ലയൻറ്റിനെ കാണുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ടാവും. ഓക്കെ, ബിക്കോസ് അഗൈൻ ദിസ് ഇസ് എ ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതേസമയം നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരു തെറപ്പിസ്റ്റിന് അത് മനസ്സിലാവും. ദിൽ ബി ഏബിൾ ടു ഐഡന്റിഫൈ, ഓക്കെ, നിങ്ങൾ ഈ ചെയ്തതിൽ ഇന്ന സാധനം ഇങ്ങനെയല്ല, വേറെ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ ഈ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു സൈക്കോ തെറപ്പിസ്റ്റിനെ മോൾഡ് ചെയ്യുന്നിടത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അതൊരു ലൈഫ് ലോങ് ജേണിയാണ്. അപ്പോൾ വളരെ സീനിയർ ആയിട്ടുള്ള തെറപ്പിസ്റ്റുകൾ പോലും സൂപ്പർവിഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂപ്പർവിഷൻ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം അതിങ്ങനെ ഷാർപ്പൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ സൈബ്രിഡ്ജിൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്. കാരണം നമ്മൾ സൈബ്രിഡ്ജ് പിന്നെ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലയൻസിനെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോഴ്സിന് ശേഷം ക്ലയൻസിനെ കാണുന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മളെ പഠിപ്പിച്ച ഫാക്കൽറ്റിയുമായിട്ട് എന്ത് ചെയ്യാം, ഈ കേസ് ഡിസ്കസ് ചെയ്യാനും അവരുടെ ഒരു ഗൈഡൻസ് തേടാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് ഇതിലുണ്ട്. ആൻഡ് വിച്ച് ഈസ് സംതിങ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, കാരണം നമ്മളെ പഠിപ്പിച്ച ആളുകളോട് തന്നെ ചോദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് അവിടെ ഉള്ളത്. ആൻഡ് അത് എൻ്റെ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ സൈബ്രിഡ്ജ് ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, അതേപോലെ എൻ്റെ മറ്റുള്ള സൂപ്പർവൈസേഴ്സ് ആയിക്കോട്ടെ, ഈ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ തെറപ്യൂട്ടിക് കേപ്പബിലിറ്റി ബിൽഡ് ചെയ്യുന്നിടത്ത് വലിയ റോളാണ് ഉള്ളത്. ആൻഡ് ആ ഒരു കാര്യം കൂടെ സൈബ്രിഡ്ജ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഗ്ലോബലി അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സിന്റെ എല്ലാ ക്വാളിറ്റീസും നമ്മൾക്ക് ഓഫർ ചെയ്യുന്ന ഒരു സാധനമാണ് സൈബ്രിഡ്ജ് എന്ന് പറയുന്നത്.
യെസ്, അപ്പോൾ ബിലാൽ പറഞ്ഞു ആ 2020 നിന്ന് 2024 ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കോഴ്സ് ബിലാലിൽ കൊണ്ടുവന്നു എന്നുള്ളത്. സോ ഇതുപോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ PG UG ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർ, അല്ലെങ്കിൽ ക്ലയൻസ് മുന്നിൽ വരുമ്പോൾ ടെൻഷൻ അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെ അവരുടെ മുന്നിൽ ഒരു കേസ് വരുമ്പോൾ പലപ്പോഴും അവർ പതറി പോകാറുണ്ട്. എങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ അവർ പലപ്പോഴും ടെൻസ്ഡ് ആയി പോകാറുണ്ട്. സോ അങ്ങനെയുള്ളവരോട്, ബിഗിനേഴ്സിനോട് അല്ലെങ്കിൽ ഇങ്ങനെ ട്രബിൾ അനുഭവിക്കുന്നവരോട്, സ്ട്രഗിൾ ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളത് ബിലാലിന്? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സൈബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ആഡ് ഓൺ കോഴ്സ് ആയിരുന്നു. അപ്പം ഞാൻ PG കഴിഞ്ഞ സമയത്ത് ഒരു സൈക്കോതെറപ്പി സർട്ടിഫിക്കേഷൻ കോഴ്സ് ഞാൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതിന് പാരലായിട്ടാണ്, അല്ലെങ്കിൽ അതിനൊരു ആഡ് ഓൺ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സുകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രിപ്പയർസ് യു ഫോർ ദാറ്റ് പ്രൊഫഷണൽ ജേർണി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും സൈബ്രിഡ്ജിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ സീസൺഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറപ്പിസ്റ്റുകളായിക്കോട്ടെ, വളരെ എൻഗേജിങ് ആയിട്ടുള്ള കേസ് ഡിസ്കഷൻസ് ആയിക്കോട്ടെ, വളരെ പാക്ഡ് ആയിട്ടുള്ള എന്താ പറയുക കണ്ടന്റ്സ് ആയിക്കോട്ടെ, ഇൻഫർമേഷൻ പാക്ഡ് ആണ്. സൈബ്രിഡ്ജ് കോഴ്സിൽ ഓരോ വീഡിയോ എടുത്ത് നോക്കിയാലും അത് പിന്നെ എനിക്കിപ്പോഴും അറിയാം, ഞാൻ CBT ഫോർ ഡിപ്രഷൻ്റെ സെഷൻസും അതേപോലെ ലിഞ്ചോസിൻ്റെ സെഷൻസും ഒക്കെ നോട്ട് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും പാക്ഡ് ആണ് സെഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഗ്ലോബലി അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു സാധനമാണ് സൈബ്രിഡ്ജ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് പ്രിപ്പയർസ് യു ഫോർ ദാറ്റ് എക്സ്പീരിയൻസ് ഓഫ് സിറ്റിംഗ് ഇൻ ദ തെറപ്പിസ്റ്റ്സ് ചെയർ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു ക്ലയന്റ് മുമ്പിൽ വന്നിരിക്കുന്ന സമയത്ത് എവിടെ തുടങ്ങണം, ഓക്കെ, എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. വേർ ഡു യു സ്റ്റാർട്ട്, ഓർ ഹൗ ഡു യു സ്റ്റാർട്ട്, and how do you lead that journey would be wrong. How do you go with the client? Okay, that would be more appropriate. അപ്പോൾ ഒരു ക്ലയന്റ് ആണ് സ്റ്റോറി പറയുന്നത്, അപ്പോൾ ആ ക്ലയന്റിന്റെ കൂടെ പോകാൻ നമുക്ക് പറ്റണം. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നമ്മളെ ഏറ്റവും നന്നായിട്ട് സൈബ്രിഡ്ജ് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ സൈബ്രിഡ്ജ് ആർക്കാണ് ബെനിഫിറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഐ വുഡ് സേ പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റുകൾ, പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക്, ഇഫ് യു വാണ്ട് ടു അപ്പ് യുവർ ഗെയിം, അവരൊന്നും കൂടെ അപ്സ്കിൽ ചെയ്യണം, അവരുടെ നോളജ് ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളവർക്ക് ഡെഫിനറ്റ്ലി സൈബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ പ്രാക്ടീസ് ചെയ്യണ്ടേ എന്ന് കൺഫ്യൂഷനായി നിൽക്കുന്ന ആളുകളുണ്ടാവും. ഇപ്പം കരിയറിൽ എങ്ങനെ മുന്നോട്ട് പോകണം, സൈക്കോളജി കഴിഞ്ഞു ബട്ട് ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി ദേ ക്യാൻ ഗിവ് ദിസ് എ ഷോട്ട്. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ഇതിൻ്റെ കൂടെ കുറച്ച് കേസ് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ചോയ്സ് ആണോ സൈക്കോളജിസ്റ്റ് ആവുക അല്ലെങ്കിൽ സൈക്കോതെറപ്പിസ്റ്റ് ആവുക എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. സോ താങ്ക് യു സോ മച്ച് ബിലാൽ ഫോർ യുവർ താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ ഇനിയും സൈബ്രിഡ്ജിലൂടെ കിട്ടിയിട്ടുള്ള ഇൻസൈറ്റ്സും ഇൻഫർമേഷനും നോളജും എല്ലാം ഇനിയും ബിലാലിന്റെ കരിയറിൽ, പ്രൊഫഷണൽ കരിയറിൽ യൂസ്ഫുൾ ആവട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കരിയർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.